ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 9ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ ഷീൽഡ് ഓഫ് കറേജ് എന്ന ചാപ്റ്ററാണ്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ബെഥാനി ഹാമിൽട്ടൺസ് ഓട്ടോബയോഗ്രഫി റിവീൽസ് ദ റെസിലിയൻറ്റ് സ്പിരിറ്റ് ഓഫ് എ 13-year-old. ഒരു 13-കാരിയുടെ അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ കഥയാണ് ബെഥാനി ഹാമിൽട്ടൻ്റെ ഓട്ടോബയോഗ്രഫിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹെർ സർവൈവൽ സ്റ്റോറി ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ. അവരുടെ അതിജീവനത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഹിയർ ഈസ് അനദർ റിയൽ ലൈഫ് സ്റ്റോറി. ഇവിടെ നമുക്ക് മറ്റൊരു യഥാർത്ഥ ജീവിത കഥ കാണാം. ദാറ്റ് എക്സംപ്ലിഫൈസ് ദ ഇൻഡോമിറ്റബിൾ ഹ്യൂമൻ സ്പിരിറ്റ്. അത് ഉദാഹരണ സഹിതം വിവരിച്ചിരുന്നത് മനുഷ്യൻ്റെ കീഴടക്കാനാവാത്ത സ്പിരിറ്റിനെയാണ്. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇൻ എ ഡീപ്ലി മൂവിംഗ് സെറമണി ഓൺ ദ റിപ്പബ്ലിക് ഡേ ഓഫ് 1987, Neerja Banu was posthumously conferred India's highest peacetime gallantry award, the Ashok Chakra. നീർജ ബാനുവിന് മരണാനന്തരമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധീരതയ്ക്കുള്ള അവാർഡായ അശോക് ചക്ര സമ്മാനിക്കുകയാണ്. നീർജ വാസ് ദ ബ്രേവ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഹു ഹാഡ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ടു സേവ് പാസഞ്ചേഴ്സ് ഓൺ എ ഹൈജാക്ക്ഡ് എയ്റോപ്ലെയിൻ. നീർജ ഒരു ഹൈജാക്ക് ചെയ്യപ്പെട്ട പ്ലെയിനിൽ നിന്ന് സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത് മറ്റുള്ള യാത്രക്കാരെ രക്ഷിച്ചു. അങ്ങനെ ചെയ്ത ഒരു ധീരയായ ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിരുന്നു നീർജ. ദ സെറിമണി അറ്റൻഡഡ് ബൈ ഡിഗ്നിറ്ററീസ്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വാസ് എ ഫിറ്റിംഗ് ട്രൈബ്യൂട്ട് ടു നീർജാസ് ലെഗസി. ഈ ചടങ്ങ് ഒരുപാട് വിശിഷ്ട വ്യക്തികളും നീർജയുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം പങ്കെടുത്തുള്ള ഈ ചടങ്ങ് അവരുടെ പൈതൃകത്തിന് യോജിച്ച ഒരു സമർപ്പണം തന്നെയായിരുന്നു. അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം തന്നെയാണ് കിട്ടിയത്. ദ അശോക് ചക്ര പ്രസൻറ്റഡ് ബൈ ഗ്യാനി സെയിൽ സിംഗ്, the then President of India, was received by നീർജാസ് മദർ രമ ബാനു. ആ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ഗ്യാനി സെയിൽ സിംഗ് ആണ് ഈ അവാർഡ് സമ്മാനിച്ചത്. അത് ഏറ്റുവാങ്ങിയത് നീർജയുടെ മദറായിരുന്ന രമ ബാനു ആണ്. നീർജാസ് ഫാദർ ഹരീഷ് ബാനു ആൻഡ് ഹെർ ബ്രദേഴ്സ് were present to witness the ceremony. നീർജയുടെ ഫാദറായ ഹരീഷ് ബാനു പിന്നെ നീർജയുടെ ബ്രദേഴ്സും ഈ ചടങ്ങിന് സാക്ഷിയാകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് വേർഡ് മീനിങ്സ് നോക്കാം. റെസിലിയൻസ് പ്രതിരോധശേഷി, ഇൻഡോമിറ്റബിൾ അജയ്യമായ, പോസ്റ്റ്മസ്ലി എന്ന് പറഞ്ഞാൽ മരണാനന്തരം, കൺഫർ മീൻസ് നൽകുക, ഡിഗ്നിറ്ററീസ് വിശിഷ്ട വ്യക്തികൾ, ട്രൈബ്യൂട്ട് സമർപ്പണം, ലെഗസി പൈതൃകം, വിറ്റ്നസ് സാക്ഷിയാവുക. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. നീർജ വാസ് ബോൺ ഓൺ 7 September 1963 ഇൻ ചണ്ഡീഗഡ്, ഇന്ത്യ. ഇന്ത്യയിലെ ചണ്ഡീഗഡിൽ 1963 സെപ്റ്റംബർ 7 നീർജ ജനിച്ചത്. വെർ ഷീ ഗ്രൂ അപ്പ് ഇൻ എ ലവിങ് ആൻഡ് സപ്പോർട്ടീവ് ഫാമിലി. നല്ല സ്നേഹമുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള കുടുംബത്തിലാണ് അവർ വളർന്നത്. ഷീ സ്റ്റാർട്ടഡ് ഹെർ കരിയർ ആസ് എ മോഡൽ. അവരുടെ കരിയർ ആരംഭിച്ചത് ഒരു മോഡലായിട്ടാണ്. ഹെർ എലിഗൻസ്, ഡെഡിക്കേഷൻ, കോൺഫിഡൻസ് ആൻഡ് പോയ്സ് ലെഡ് ഹെർ ടു പെർസ്യൂ എ കരിയർ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി. അവരുടെ ഭംഗിയും ജോലിയോടുള്ള സമർപ്പണ ബോധവും ആത്മവിശ്വാസവും എല്ലാം അവരെ എയർലൈൻ ഇൻഡസ്ട്രിയിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ സഹായിച്ചു. നീർജ ജോയിൻഡ് പാൻ ആം ആസ് എ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ആൻഡ് ക്വിക്കലി ഗെയിൻഡ് എ റെപ്യൂട്ടേഷൻ ഫോർ പ്രൊഫഷണലിസം ആൻഡ് ഡെഡിക്കേഷൻ ടു ഹെർ വർക്ക്. നീർജ പാൻ ആമിൽ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റായി ജോയിൻ ചെയ്തു. പെട്ടെന്ന് തന്നെ അവരുടെ പ്രൊഫഷണലിസവും ഡെഡിക്കേഷൻ കൊണ്ട് നല്ലൊരു പദവി നേടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞു. വേർഡ് മീനിങ്സ് നോക്കാം. എലിഗൻസ് ഭംഗി, ഡെഡിക്കേഷൻ സമർപ്പണം, പെർസ്യൂ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക. തേർഡ് പാരഗ്രാഫ് നോക്കാം. ഓൺ 5 September 1986 പാൻ AM ഫ്ലൈറ്റ് 73, എ ബോയിങ് 747 എയർക്രാഫ്റ്റ് ബിയറിംഗ് ദ രജിസ്ട്രേഷൻ N656PA വാസ് ഹൈജാക്ക്ഡ് അറ്റ് കറാച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ കറാച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ട് ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു പ്ലെയിനിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് സംഭവിച്ചത് 1986 September 5. The flight was en route from Mumbai, India to New York City with scheduled stops in Karachi and Frankfurt. ആ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്കാണ്. കറാച്ചിയിലും ഫ്രാങ്ക്ഫർട്ടിലും സ്റ്റോപ്പുണ്ട്. നീർജ വാസ് ഓൺ ഡ്യൂട്ടി വെൻ ദ എയറോപ്ലെയിൻ വാസ് ഹൈജാക്ക്ഡ്. നീർജ ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. The hijackers had gained access to the aircraft posing as airport security personnel. എയർപോർട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരെന്ന വ്യാജേനയാണ് ഹൈജാക്കേഴ്സ് പ്ലെയിനിൽ കയറി പറ്റിയത്.
After the passengers and crew boarded the aircraft in Karachi, the hijackers took control of the plane. കറാച്ചി എയർപോർട്ടിൽ നിന്ന് പ്ലെയിനിലേക്ക് ജീവനക്കാരും പാസഞ്ചേഴ്സും എല്ലാം കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഹൈജാക്കേഴ്സ് പ്ലെയിനിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. The incident lasted around 17 hours and the passengers and crew were held hostage. ഈ സംഭവം 17 മണിക്കൂറോളം നീണ്ടു നിന്നു. പാസഞ്ചേഴ്സും വിമാനത്തിലെ ജീവനക്കാരും എല്ലാം ബന്ദിയാക്കപ്പെട്ടു. ദ പാസഞ്ചേഴ്സ് വർ ഫ്രം വേരിയസ് കൺട്രീസ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, US എന്നുള്ളവരടക്കം ഉണ്ടായിരുന്നു. ദ ഹൈജാക്കേഴ്സ് ഡിമാൻഡഡ് ദ റിലീസ് ഓഫ് സർട്ടൻ പ്രിസണേഴ്സ്. ഹൈജാക്കേഴ്സ് ആവശ്യപ്പെട്ടത് കുറച്ച് തടവുകാരുടെ റിലീസാണ്. ആൻഡ് ത്രട്ടൺ ടു കിൽ ദ പാസഞ്ചേഴ്സ് ഇഫ് ദർ ഡിമാൻഡ്സ് വർ നോട്ട് മെറ്റ്. അവരുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഈ പാസഞ്ചേഴ്സിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഫോർത്ത് പാരഗ്രാഫ് നോക്കാം. നീർജ, ദ സീനിയർ ഫ്ലൈറ്റ് പേഴ്സർ, പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ദ പാസഞ്ചേഴ്സ്. ഫ്ലൈറ്റിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥയായിരുന്ന നീർജയ്ക്ക് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞു. ഷീ മാനേജ് ടു ഹൈഡ് ദ പാസ്പോർട്ട് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ്, പ്രിവെൻറ്റിംഗ് ദ ഹൈജാക്കേഴ്സ് ഫ്രം ഐഡൻറ്റിഫൈങ് ദം. അവർ അമേരിക്കൻ പാസഞ്ചേഴ്സിൻ്റെ പാസ്പോർട്ടുകളെല്ലാം ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഹൈജാക്കേഴ്സിന് അമേരിക്കൻ പാസഞ്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. ദിസ് ഹെൽപ്ഡ് സേവ് ലൈഫ്സ് ആസ് ദേ വെർ ടാർഗറ്റിംഗ് അമേരിക്കൻസ്. അമേരിക്കൻസിനെയാണ് അവർ പ്രധാനമായും ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാൻ ഇത് സഹായിച്ചു. ആസ് അവേഴ്സ് പാസ്ഡ് ടെൻഷൻ എസ്കലേറ്റഡ്. മണിക്കൂറുകൾ കഴിയുന്നതിനനുസരിച്ച് ടെൻഷൻ കൂടിക്കൂടി വന്നു. ദ ഹൈജാക്കേഴ്സ് ബിക്കെയിം ഇൻക്രീസിംഗ്ലി അജിറ്റേറ്റഡ്. ഹൈജാക്കേഴ്സ് കൂടുതൽ പ്രക്ഷുബ്ധരായി വന്നു. ആൻഡ് ദ സിറ്റുവേഷൻ ഗ്രൂ മോർ ആൻഡ് മോർ ഡേഞ്ചറസ്. സാഹചര്യങ്ങൾ കൂടുതൽ അപകടകരമായി മാറി. നീർജാസ് ലീഡർഷിപ്പ് ആൻഡ് ക്വിക്ക് തിങ്കിങ് were instrumental in guiding the passengers to escape through the emergency exits, taking advantage of the chaos and confusion. ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൻ്റെ അവസരം മുതലെടുത്തുകൊണ്ട് യാത്രക്കാരെ എമർജൻസി എക്സിറ്റിലൂടെ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കാൻ നീർജയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അവരുടെ പെട്ടെന്നുള്ള ചിന്താഗതിയും സഹായിച്ചു. വേർഡ് മീനിങ്സ് നോക്കാം. എസ്കലേറ്റഡ് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു, അജിറ്റേറ്റഡ് പ്രക്ഷുബ്ധരായി, ഖയോസ് എന്ന് പറഞ്ഞാൽ ബഹളം. ഫിഫ്ത്ത് പാരഗ്രാഫ് നോക്കാം. After a 17-hour standoff, Neerja opened the emergency door and the evacuation chute and assisted the passengers escape, even though she could have been the first one to jump out. ഒരു 17 മണിക്കൂർ സ്തംഭനത്തിന് ശേഷം നീർജ എമർജൻസി ഡോറും പുറത്തേക്ക് ചാടാനുള്ള പാരച്യൂട്ടും തുറന്നു. എന്നിട്ട് പാസഞ്ചേഴ്സിനെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചു. ആദ്യം പുറത്തേക്ക് ചാടാൻ അവർക്ക് കഴിയുമായിരുന്നിട്ടും അവർ പാസഞ്ചേഴ്സിനെ രക്ഷിച്ചു. Tragically, as the hijackers opened fire on the passengers, she was shot while valiantly shielding 3 children from the bullets. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഹൈജാക്കേഴ്സ് പാസഞ്ചേഴ്സിന് നേരെ വെടി ഉയർത്തപ്പോൾ 3 കുട്ടികളെ ധീരമായി രക്ഷിക്കുന്നതിനിടയിൽ നീർജയ്ക്ക് വെടിയേറ്റു. അവർ മരണത്തിന് കീഴടങ്ങി. Immediately, the Pakistani SSG stormed the plane, overpowering the hijackers and securing the release of the hostages. പെട്ടെന്ന് തന്നെ പാകിസ്ഥാനി SSG എന്ന് പറഞ്ഞ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് പ്ലെയിനിലേക്ക് കയറി വന്നു. എന്നിട്ട് ഹൈജാക്കേഴ്സിനെ കീഴടക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തു. സിക്സ്ത് പാരഗ്രാഫ് നോക്കാം. നീർജാസ് ഹീറോയിസം അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹെർ ലൈഫ് സേവ്ഡ് ദ ലൈവ്സ് ഓഫ് ദ ഇന്നസെൻറ്റ് ചിൽഡ്രൻ ആൻഡ് മെനി അതേഴ്സ് ഓൺ ദ ഫ്ലൈറ്റ്. നീർജയുടെ ധീരത സ്വന്തം ജീവന് വില കൊടുത്തിട്ടാണെങ്കിലും ഒരുപാട് നിഷ്കളങ്കരായ കുട്ടികളെയും ഫ്ലൈറ്റിലുള്ള മറ്റ് പല യാത്രക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. ഹർ കറേജ് ഇൻ സാക്രിഫൈസിങ് ഹെർ ലൈഫ് ടു പ്രൊട്ടക്ട് ദ ചിൽഡ്രൻ ഈസ് എ ടെസ്റ്റമെൻറ്റ് ടു ഹെർ സെൽഫ്ലെസ് ബ്രേവറി. സ്വന്തം ജീവൻ ത്യജിച്ച് മറ്റുള്ള കുട്ടികളെ രക്ഷിക്കാൻ അവർ കാണിച്ച ധൈര്യം അവരുടെ നിസ്വാർത്ഥമായ ധീരതയുടെ നല്ലൊരു തെളിവ് തന്നെയാണ്. The hijacking of Pan Am Flight 73 still remains one of the significant incidents in aviation history. ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സംഭവങ്ങളിലൊന്നായി ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ഫ്ലൈറ്റിൻ്റെ ഹൈജാക്കിംഗ്. ആൻഡ് നീർജ ബാനുസ് ഹീറോയിസം ആൻഡ് സാക്രിഫൈസ് വിൽ ലീവ് ഇൻ അവർ മെമ്മറി ദ വേൾഡ് ഓവർ. ലോകമെമ്പാടുള്ള നമ്മുടെ എല്ലാ ഓർമ്മകളിൽ നിന്നും നീർജയുടെ ധീരത ഒരു ഓർമ്മയായി നിലനിൽക്കും. ഹർ സ്റ്റോറി ഇൻസ്പയർഡ് എ ജനറേഷൻ. ഇവരുടെ കഥ തലമുറകൾക്കൊരു പ്രചോദനമാണ്. ആൻഡ് ലെഡ് ടു ചേഞ്ചസ് ഇൻ ഏവിയേഷൻ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് വേൾഡ് വൈഡ്. ലോകമെമ്പാടുമുള്ള വിമാന സുരക്ഷയുടെ നിയമങ്ങൾ ഒരു മാറ്റം വരുത്തുന്നതിനും ഇവരുടെ കഥ സഹായിച്ചു. 7th പാരഗ്രാഫ് നോക്കാം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് സ്പെഷ്യൽ കറേജ് അവാർഡ് വാസ് പോസ്റ്റ്മസ്ലി കൺഫേർഡ് ഓൺ നീർജ ബാനു.
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിൻ്റെ ധീരതയ്ക്കുള്ള സ്പെഷ്യൽ അവാർഡ് മരണാനന്തരമായി നീർജ ബാനുവിന് ലഭിച്ചു. ദ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ, an international organization for aviation safety, also honored her posthumously with the Heroism Award. ഫ്ലൈറ്റ് സുരക്ഷയ്ക്കായുള്ള അന്താരാഷ്ട്ര സംഘടനയായ ദ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ്റെ ധീരതയ്ക്കുള്ള അവാർഡും ഹീറോയിസം അവാർഡും മരണാനന്തരമായി നീർജ ബാനുവിന് ലഭിച്ചു. പാകിസ്ഥാൻ ഓർഡേഡ് ഹെർ വിത്ത് ദ തംഗ-ഇ-പാകിസ്ഥാൻ അവാർഡ് 1987. പാകിസ്ഥാൻ 1987 തംഗ-ഇ-പാകിസ്ഥാൻ എന്ന അവാർഡ് കൊടുത്ത് അവരെ ആദരിച്ചു. ടു കൊമമറേറ്റ് ഹെർ കറേജ്, നീർജാസ് ഫാമിലി സെറ്റപ്പ് ദ നീർജ ബാനു പാൻ എം ട്രസ്റ്റ്. അവരുടെ ഓർമ്മ നിലനിർത്താനായി നീർജയുടെ ഫാമിലി നീർജ ബാനു പാൻ എം ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ദ ട്രസ്റ്റ് റെക്കഗ്നൈസസ് ഇന്ത്യൻ വുമൺ ഹു ഫൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എയർലൈൻ ക്രൂ ഹു ഡിസ്പ്ലേ കറേജ് ഇൻ മൊമെൻറ്റ്സ് ഓഫ് ക്രൈസിസ്. ഈ ട്രസ്റ്റ് അംഗീകാരം കൊടുക്കുന്നത് സാമൂഹ്യമായ അനീതിക്കെതിരെ പോരാടുന്ന ഇന്ത്യക്കാരായ വനിതകൾക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൈര്യം കാണിച്ച എയർലൈൻ സ്റ്റാഫിനുമാണ്. ദ 2016 ബോളിവുഡ് ഫിലിം നീർജ, എ ബയോപിക് ഓൺ ഹെർ ലൈഫ് ആൻഡ് സാക്രിഫൈസ്, ഡയറക്റ്റഡ് ബൈ രാം മധ്വാനി, വാസ് എ ഹ്യൂജ് ഹിറ്റ്, വിന്നിംഗ് ദ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഹിന്ദി ആൻഡ് സ്പെഷ്യൽ മെൻഷൻ ഫോർ ദ ആക്ടർ ഹു ഡിഡ് നീർജാസ് റോൾ, സോനം കപൂർ. 2014 പുറത്തിറങ്ങിയ നീർജ എന്നുള്ള ഫിലിം ഒരു ബയോപിക്കാണ്. നീർജയുടെ ലൈഫിനെ സാക്രിഫൈസിനെ ബേസ് ചെയ്തുകൊണ്ട് രാം മധ്വാനി സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ്. അത് വമ്പൻ ഹിറ്റായിരുന്നു. അതുമാത്രമല്ല ഹിന്ദിയിലെ ഏറ്റവും നല്ല ഫീച്ചർ ഫിലിമിനുള്ള നാഷണൽ അവാർഡും നേടിയിട്ടുണ്ട്. നീർജയുടെ റോൾ അഭിനയിച്ച സോനം കപൂറിന് പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട്. കമ്പൈൽഡ് ഫ്രം വേരിയസ് ന്യൂസ് റിപ്പോർട്ട്സ്, ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകളിൽ നിന്ന് തയ്യാറാക്കി സമാഹരിച്ച് ചെയ്തതാണ് ഈ ചാപ്റ്റർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.